ഈ ഫാമിലി ലൈഫൊക്കെ നിങ്ങൾ പുണ്യാളന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ ആ ജനസി പെടില്ല. ആരാടാ? നിന്റെ പെമ്പറന്നോത്തിയാണോ? ധൈര്യം ഉണ്ടോടാ നിനക്ക് സ്പീക്കറിലിടാൻ? അത് വേണ്ട. എനിക്ക് തോന്നി. എടുക്കെടുക്ക്. നിന്റെ എക്സ്പ്രഷൻ എങ്കിലും ഒന്ന് കാണട്ടെ. വേണ്ട. ചുമ്മാ സ്റ്റൈല് കാണിക്കാതെ എടുക്കടാ. ഹലോ മാളു. ഡോക്ടറെ, എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ആഹാ, എത്താറായോ? ഓൺ ദ വേ ആണ്. എന്താ മാളു? അല്ല, നമുക്ക് ഇന്നൊന്ന് പുറത്തു പോയാലോ? ഇന്നോ? എന്താ കാര്യം? കാര്യൊന്നുമില്ല, വെറുതെ. ഡോക്ടർ ഫ്രീ ആണെങ്കിൽ നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വരാന്ന് കരുതിട്ടാ. നോക്കട്ടെ, ഞാൻ വന്നിട്ട് പറയാം. എന്തു പറ്റി? എന്താ ഒരു ഗൗരവം? ഒന്നുമില്ല, ഞാൻ ഡ്രൈവില്ല. ഇതിനു മുമ്പ് ഡ്രൈവ് ചെയ്യുമ്പോ എന്നോട് സംസാരിക്കാറുള്ളതല്ലേ, പിന്നെന്താ? ഒന്നുമില്ല, ഞാൻ വന്നിട്ട് പറയാം. എന്താടാ, നീ ആ കൊച്ചുമായിട്ട് ഉടക്കിയോ? ഉടക്കൊന്നുമില്ല. ആളെങ്ങനെ? 1 മണിക്കൂറിൽ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യും? അതോ നീ അങ്ങോട്ടാണോ അപ്ഡേറ്റ് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ലെന്ന് ഒന്ന് പോടാ പോവേ. നിന്നെ കണ്ടാലറിയാം നീ നല്ല ഒന്നാന്തരം ഹെൻപെക്ട് ഹസ്ബൻഡ് ആണെന്ന്. ഒന്ന് പോടി. സത്യം പറടാ, അവള് വരച്ച വരേന്ന് നീ പുറത്തിറങ്ങാറേ ഇല്ലേ? നിനക്കെന്താ? അവൾ അങ്ങനെയൊന്നുള്ള കുട്ടിയല്ല. അത് വിട്. നീ പെങ്കൊച്ചുങ്ങളുടെ മനഃശാസ്ത്രം ഒന്നും എന്നെ പഠിപ്പിക്കില്ല മോനെ. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്റെ ഹോസ്റ്റൽ എത്താറായി. നിന്റെ ഈ ദീർഘനിശ്വാസത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി മോനെ. കർത്താവേ, ഇന്നത്തെ മാരണം ഒഴിഞ്ഞൂന്നല്ലേ? ഇതേ അത്ര പെട്ടെന്ന് ഒഴിയുന്ന മാരണമൊന്നും അല്ലെന്ന് നിനക്കറിയാലോ. ഇനി മുതല് ഇതൊരു ശീലമാക്കിക്കോ നീ. നീ പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പൊ ഓക്കെ, നീ വിട്ടോ. ഇവിടെ അടുത്ത എന്റെ കൊട്ടാരം. കൂടെ ഒരു അടിപൊളി വക്കീലും ഉണ്ട്, നിന്നെ പരിചയപ്പെടുത്താം. ഇപ്പൊ വേണ്ട, ഞാൻ പോട്ടെ. ചെല്ല് ചെല്ല്, ഇല്ലെങ്കിൽ നിന്റെ പെമ്മറ നോത്തി ചെവി പൊന്നാക്കും. ഇവളുടെ ഒരു കാര്യം. ഞാൻ പോകുന്നു. ഓക്കെ, ബൈ, സീ യു. എന്താ വി പി, എന്തിനാ പുതിയ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ? അപ്പൊ താനതൊക്കെ മറന്നോ? നാളെ ഡോക്ടർ അരവിന്ദനെ കൺസൾട്ട് ചെയ്യേണ്ട ദിവസമല്ലേ? അല്ല, അരവിന്ദ് ഡോക്ടറെ കാണണമെന്നല്ലാതെ നാളെയാണെന്ന കാര്യം വി പി പറഞ്ഞില്ലല്ലോ. അതിന് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയോ? കിട്ടി. ഞാനിന്ന് വിളിച്ചിരുന്നു. രാവിലെ 11:30 അപ്പോയിന്റ്മെന്റ് തന്നു. അയ്യോ, ഞാനത് അറിഞ്ഞില്ലല്ലോ. വി പി കാര്യം അപ്പുവിനോട് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. അപ്പു തന്നോട് പറഞ്ഞില്ലേ? ഇല്ല, ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. അതെ, അയാൾക്ക് ഇപ്പൊ പഠിത്തം നിലയ്ക്ക് പിടിച്ചിരിക്കല്ലേ, അതുകൊണ്ടാവും. നാളെ 11:30 പാർലർ ശാലിനെ ഏൽപ്പിച്ചിട്ട് വരാം. അതിനെന്ത് ആവശ്യമില്ല ഗീത. താൻ വെറുതെ ബുദ്ധിമുട്ടുണ്ട. ഡോക്ടറെ കാണാൻ ഞാനും ഒപ്പം കൂടി പോയിക്കോളാം. അതിന്റെ പേരിൽ വെറുതെ തന്റെ കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കണ്ട. അതൊന്നും സാരമില്ല. ഏറിയ 1 മണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ വരാതിരുന്നാൽ ശരിയാവില്ല. ഞാനും വരാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അപ്പുവിൻ്റെ കാര്യം ഒന്ന് ട്രാക്കിലാക്കിയിട്ട് വേണം നമുക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന അതിഥിയുടെ കാര്യം ഒന്ന് അറേഞ്ച് ചെയ്യാൻ.
ഇതെവിടെ നോക്കിയിരിക്കുന്നേ? ഏ എന്താ? എനിക്ക് അപ്പോഴേ തോന്നി മനസ്സെവിടെയെങ്കിലും അല്ലെന്ന്. ആര് പറഞ്ഞു? എങ്കി പറ, ഞാൻ ഇപ്പൊ നടത്തിയ മൂവ് കറക്റ്റ് ആണോ? അതെ. എങ്കിലല്ല. ഞാൻ ഡോക്ടറുടെ കണ്ണു വെട്ടിച്ച് ഒരു കള്ളക്കളി കളിച്ചു. കണ്ടോ? ഓ, ഞാനത് ശ്രദ്ധിച്ചിരുന്നു. എവിടെ? ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഡോക്ടർ അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഇനിയെങ്കിലും നോക്കി കളിക്കേ, അല്ലെങ്കിൽ തോറ്റു പോവേ. ഹലോ, എന്തുപറ്റി? ആകെ ഡള്ളായിട്ടിരിക്കുന്നല്ലോ. ഡോക്ടർക്ക് മൂടില്ലെങ്കിൽ നമുക്ക് നിർത്താം. ഏയ് വേണ്ട വേണ്ട, കണ്ടിന്യൂ ചെയ്യാം. ഞാനിടയ്ക്ക് ഹോസ്പിറ്റലിൽ എന്തോ കാര്യം ആലോചിച്ചു പോയി. തൻ്റെ മൂവ് കഴിഞ്ഞു അല്ലേ? മളു, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ആരാ ഡോക്ടർ? എൻ്റെ ഒരു ഫ്രണ്ടാ. ഹലോ. ഹലോ, എന്താ കോൾ എടുക്കാൻ ലേറ്റ് ആയേ? അത് പിന്നെ അലീന എന്താ വിളിച്ചേ? ഏയ്, ഞാനിവിടെ വെറുതെ ബോറടിച്ചിരുന്നപ്പോ നീ നിന്ന് വിളിച്ചു നോക്കാന്ന് കരുതി. എന്താ, വിളിച്ചത് ഇഷ്ടപ്പെടാത്തോണ്ടാണോ അതോ ശ്രീമതി അടുത്തുണ്ടായിട്ടാണോ? കോൾ എടുക്കാൻ ഒരു വൈമനസ്യം പോലെ. ഏയ് അങ്ങനെയൊന്നുമില്ല. എന്തെടുക്കുമായിരുന്നു? അത് ഞാൻ പിന്നെ ഞങ്ങള് എന്താ ഡോക്ടറെ ഒരു പരിങ്ങല്? ശ്രീമതി അടുത്തുണ്ടോ? ആ സാരമില്ല, പറഞ്ഞോളൂ. ഇങ്ങനൊരു ഫ്രണ്ടിനെ കിട്ടിയ കാര്യം നീ നിന്റെ കെട്ടികളോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. നീ അവിടെ നിന്ന് പരിങ്ങുന്നതേ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും. അല്ല, അതെന്താ എന്നെ കുറിച്ച് നീ നിന്റെ കെട്ടികളോട് പറയാതിരുന്ന? അത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. അത് അങ്ങനെ സംസാരിക്കാൻ ഒരവസരം വന്നില്ല. സൗകര്യം പോലെ പറയാം. എന്താടാ, നീ തിരക്കിലാണോ? ആ, അത്യാവശ്യം. എന്നാ പിന്നെ കൂടുതൽ നിന്ന് വേർക്കാതെ ഫോൺ വെച്ചോ സാറേ. ആ പിന്നെ ഇടയ്ക്ക് ഇതുപോലെ എന്റെ കോൾ ഉണ്ടാവും കേട്ടോ. ശ്രീമതി തെറ്റിദ്ധരിക്കാതിരിക്കാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു വെച്ചേക്കെ. ശരി, പറയാം. നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരാ ഡോക്ടറെ? ആ, എൻ്റെ ഒരു ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? ഹോസ്പിറ്റലിലെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള കൊളീഗ. ഈയിടെയായിട്ട് ഫ്രണ്ടിന്റെ വിളി ഇത്തിരി കൂടുന്നുണ്ടല്ലോ. എന്താ കാര്യം? എന്ത് കാര്യം? നാളത്തെ ഡ്യൂട്ടിയെ പറ്റി സംസാരിച്ചതാ. എൻ്റെ ഡ്യൂട്ടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന്. ഞാൻ നാളെ പറയാന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചതാ. ആ, താൻ വാ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ല, എനിക്ക് മൂഡ് പോയി. നമുക്ക് കിടക്കാം, വാ. ശരി. ഡോക്ടർ പോവാൻ റെഡിയായോ? അതെ, അപ്പുവിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് താനല്ലേ ഇന്നലെ പറഞ്ഞത്? ഞാൻ റെഡിയാ. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. പ്രശ്നോ? എന്ത് പ്രശ്നം? ഇന്നാ സ്റ്റെല്ല ഡോക്ടറുടെ അടുത്ത് എനിക്ക് ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ്. ഓ, അത് ഇന്നാണോ? ശേ, എന്നിട്ട് നീ അത് ഇപ്പോഴാണോ മാള് പറയുന്നത്? ആ, അത് ശരി. ഇതൊക്കെ ഓർത്തു പോകേണ്ടത് ഡോക്ടറല്ലേ? അല്ല, ഇപ്പൊ എന്റെ കാര്യം നോക്കാനൊന്നും ഡോക്ടർക്ക് സമയമില്ലല്ലോ. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? പിന്നല്ലാതെ, ഇപ്പൊ വീട്ടിലെന്ന് അമ്മ വിളിച്ച് ഓർമ്മിപ്പിച്ചോണ്ടല്ലേ ചെക്കപ്പ് ഡേറ്റ് ഇന്നാന്ന് ഓർത്തത്. സാധാരണ ഇതൊക്കെ ഓർത്ത് വെക്കേണ്ടത് ഭർത്താക്കന്മാരല്ലേ? അത് ശരി.
അപ്പൊ ഭാര്യമാർക്ക് ഇതിൽ ഒരു റോളും ഇല്ലല്ലേ? ചെക്കപ്പിന് ഡേറ്റ് ഇന്നാണെന്ന് ഇന്നലെങ്കിലും ആന്റിക്ക് എന്നെ വിളിച്ചെന്ന് ഓർമ്മിപ്പിക്കായിരുന്നില്ലേ? ആ അത് ശരി. ഇപ്പൊ എന്റെ അമ്മയ്ക്കായോ കുറ്റം? അയ്യോ, ഞാൻ കുറ്റം പറഞ്ഞല്ലേ. അപ്പൊ അപ്പുവിനെ കാണാൻ പറ്റില്ല നമുക്ക്? ഞാനേ സ്റ്റെല്ല ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോയിന്റ്മെന്റ് എപ്പോഴാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അപ്പുവിനെ കാണാൻ പോകുന്ന കാര്യം തീരുമാനിക്കാം. അപ്പുവിനെ എന്തായാലും കണ്ടേ പറ്റൂ. നീ ഒന്ന് സമാധാനിക്ക്. സൗത്ത് ബ്ലോക്കിലല്ലേ ഡോക്ടർ അരവിന്ദന്റെ ഡിപ്പാർട്ട്മെന്റ്? ദൂരെയൊന്നും അല്ലല്ലോ, വാക്കബിൾ ഡിസ്റ്റൻസ്. നമുക്ക് എന്തായാലും അപ്പുവിനെ കാണണം. ആ, കാണാന്ന് പറഞ്ഞല്ലോ. ഞാൻ ആദ്യം സ്റ്റെല്ല ഡോക്ടറെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യട്ടെ. ഉം. ആ ഹലോ ഡോക്ടർ, ജോബിനാ. ഇന്നാ മാളുവിന്റെ ചെക്കപ്പ് ഡേറ്റ്. ഓ അത് ശരി. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ, യൂഷ്വൽ ടൈമാ. 11 മണിക്ക് എത്തിക്കോളാനാ സ്റ്റെല്ല മാഡം പറഞ്ഞത്. പക്ഷേ മാഡം സ്ഥലത്തില്ല. എല്ലാം ജൂനിയർ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ജൂനിയർ ഡോക്ടറോ? അത് ശരിയാവോ? എന്താ ശരിയാവത്തത്? ജോർജ് സാറ് എത്ര പേഷ്യന്റിനെയാ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ശരി, 11 മണിയല്ലേ? അപ്പോടെ നേരത്തെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് അപ്പുവിനെ കണ്ടിട്ട് ഡോക്ടറെ കാണാൻ പോവാം. ഓ ശരി, എന്നാ വേഗം ആയിക്കോട്ടെ. അതെ, മമ്മി ചേർച്ചിൽ പോയിട്ട് വന്നോ? വന്നില്ലെന്ന് തോന്നുന്നു. അയ്യോ, അപ്പോ ഉറപ്പായിട്ട് നമ്മൾ ഇറങ്ങുമ്പോ ത്രേസ്യാമ്മച്ചി ചോദിക്കും എങ്ങോട്ടാണെന്ന്. അതിനെന്താ, നമ്മൾ എവിടെ പോവാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്നാലും ത്രേസ്യാമ്മച്ചി കേൾക്കെ അപ്പൂനെ കാണാൻ പോകുന്ന കാര്യം പറയണ്ട. കേൾക്കുമ്പോ അമ്മച്ചി എന്തെങ്കിലും നെഗറ്റീവ് അടിക്കും. അത് കേട്ടാ പിന്നെ ഇന്നത്തെ ദിവസം പോക്ക. അത് ശരിയാ. അപ്പൊ നമ്മൾ ചെക്കപ്പിന് പോവാണെന്ന് പറഞ്ഞാൽ മതി അല്ലേ? ചോദിച്ചില്ലെങ്കിൽ ഒന്നും പറയാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കാം. താൻ വേഗം വാ. ഒറ്റ മിനിറ്റ്, ഞാനിപ്പോ വരാം. ഡോക്ടറെ ഇറങ്ങിക്കോ, ഞാൻ ദേ എത്തി. താമസിക്കല്ലേ? അപ്പോ നമ്മൾ ചെക്കപ്പിന് പോകുന്ന കാര്യം ആന്റിയോട് പറയണ്ടേ? അത് നമുക്ക് വിളിച്ചു പറഞ്ഞാ പോരെ. താൻ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ശരി, ഇതാ വരുന്നു. ആഹാ, പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞോ ആവോ? ആ നിക്ക് 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 നിക്ക്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാലേ നിങ്ങളെ വായിന്ന് വല്ല മുത്തും പഴവും പൊഴിഞ്ഞു പോവോ? അല്ല, എന്നതാ പെണ്ണും പിള്ളേ, പൊട്ടം പൂരം കാണുന്നത് പോലെ മിഴിച്ചു നിൽക്കാതെ ചോദിച്ചതിന് ഉത്തരം പറ. അല്ലേ, ഇവർക്ക് ഇതെന്നാ പറ്റി? സാധാരണ തീർത്ഥാടനം കഴിഞ്ഞ് വരുന്നവർക്ക് ദൈവാധീനം കൂടുക പതിവ്. നിങ്ങൾക്കെന്നാ നാക്കും മൂക്കും ചെവിയൊക്കെ അടിച്ചു പോയോ? എന്നതാ പെണ്ണും പിള്ളേ, നിങ്ങൾക്ക് വാ തുറന്ന് 2 അക്ഷരം പറഞ്ഞാല്. ഇവരും ഇന്ന് പിന്നെയും കഥകളി കളിക്കുവാന്നല്ലോ. എന്നതാ നിങ്ങൾക്കൊരു കള്ളലക്ഷണം? ഞാൻ പറഞ്ഞതൊന്നും അങ്ങോട്ട് പിടിച്ചില്ലയോ? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും കല്ലുപോലെ അത് നിങ്ങൾ കേട്ടോണ്ട് നിൽക്കണമെങ്കിലേ എന്നതോ ഒരു കള്ളത്തരം ഉണ്ട്. നിക്ക് നിക്ക്, അവിടെ നിക്ക്. എനിക്ക് നിങ്ങളെ ഒന്ന് പരിശോധിക്കണം. എന്നാ നിങ്ങളുടെ കയ്യില്? നോക്കട്ടെ, നോക്കട്ടെ എന്ന്. നിന്ന് പരുങ്ങുന്നത് കണ്ടോ? എന്നാ അത്? ഇങ്ങോട്ടെടുക്കാം. നോക്കട്ടെ, വിടാനാ പറഞ്ഞു. നോക്കട്ടെ. എന്താ ഇവിടെ? വിടാമച്ചി, വിട. എന്റെ പൊന്നു ഡേസമ്മേ, ഈ സ്ത്രീ എന്നതോ കൂടോത്രം കൊണ്ട് വന്നേക്കുവാ. എന്താ ഇന്ദിരാമേ? എന്താ എന്താ കാര്യം വെച്ചാ പറ. ഇത് തന്നെ ഡേസമ്മേ. കുറെ നേരമായല്ലോ നിങ്ങൾ കിടന്ന് ചലക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കൊച്ചു താമസിക്കുന്നിടത്ത് വന്ന് കൂടോത്രം ചെയ്യാൻ എനിക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ടീച്ചറെ, ഇത് കേൾക്കണം. മാളൂന് സന്താന ഭാഗ്യം ഉണ്ടാകാൻ ഹരിപ്പാടുള്ള ഒരു ജ്യോത്സ്യനെ കൊണ്ട് മന്ത്രിച്ചു കൊണ്ടുവന്ന ചരടാതാ ഇത്. അവളുടെ തലയ്ക്കൊഴിഞ്ഞു കെട്ടാന് ഞാൻ ഈ പെടാപ്പാട് മൊത്തം പെട്ട്
ഇതിവിടെ കൊണ്ടുവന്നത്. എന്തിനാ ഇപ്പൊ ഇങ്ങനൊക്കെ? ഇതിന്റെ വല്ല കാര്യമുണ്ടോ ഇന്ദിരാമേ? ഹ, എന്നാ പിന്നെ നിങ്ങൾക്കത് വാതർന്ന് പറയരുതായിരുന്നു. ഇങ്ങനെ നിന്ന് കഥകളി കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ദേ, ഇത് കയ്യിലിരിക്കുമ്പോ ആരെയും തൊട്ട് ഉരിയാടിക്കൂടെന്നാ ജ്യോത്സ്യം പ്രത്യേകം പറഞ്ഞത്. അതുകൊണ്ടാ ചത്താലും ഒന്നും മിണ്ടണമെന്ന് ഞാൻ കരുതിയത്. ഇനിയിപ്പോ എന്തിനാ ഞാനിത് ചുമന്നോണ്ട് നടക്കുന്നത്? ഇത്രയും നേരം മനുഷ്യൻ പെടാപ്പാട് മൊത്തം പെട്ടിട്ടും ആവിയായി പോയല്ലോ എന്റെ ഈശ്വര. ഈ തൊള്ള ഒറ്റ ഒരുത്തി ഇതൊക്കെ നശിപ്പിച്ചത്. ദേ തള്ളതിങ്ങടെ ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? ഇന്ദിരാമേ, മാളും ജോബിനും ഇവിടെ ഇല്ല. രണ്ടുപേരും പുറത്തു പോയിരിക്കുക. ഇനി വന്നിട്ടെന്ത് കാണിക്കാന്? ദേ ടീച്ചറെ, എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ഇവരിവിടെ ഉള്ളിടത്തോളം കാലം ഒരു കുരുപ്പ പോലും കിളുക്കില്ല ഇവിടെ. അത്രയ്ക്ക് നല്ല എരണമല്ലേ? ഇത് കൊച്ചുണ്ടാവാൻ വേണ്ടിയുള്ളതൊന്നുമല്ല, ഉദ്ദേശം മറ്റത് തന്നെയാ. ഏതായാലും അവരുടെ വാല് മുറിഞ്ഞാ പോയത്. ത്രേസ്യാമ്മയുടെ അടുത്താ അവരുടെ കളി. ഇരിക്കിരിക്കെ. കൺഗ്രാജുലേഷൻ. ഒടുവിൽ താൻ തന്റെ ലക്ഷ്യം കണ്ടിരിക്കുന്നു അല്ലേ? കേട്ടോ മിസ്റ്റർ പണിക്കർ, ഇത്രയും നാളത്തെ എൻ്റെ സർവീസിനിടയിൽ എത്രയോ സർജറികൾ ഞാൻ ചെയ്തിരിക്കുന്നു. അതിൽ കൂടുതലും വീട്ടുകാരുടെ അനുവാദമോ സപ്പോർട്ടോ ഇല്ലാതെ സ്വന്തം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആരെങ്കിലും രക്ഷകർത്തൃ സ്ഥാനത്തേക്ക് ദത്തെടുത്ത് വരുന്നവരായിരുന്നു. സ്വന്തം അമ്മയുടെ അർദ്ധസമ്മതത്തോടെ വന്ന ഒരു കേസുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും ഫുൾ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ ഒരു സർജറിക്ക് വരുന്ന ആദ്യത്തെ പേഷ്യൻ്റാണ് അപ്പു. അതിൽ അപ്പുവിനെ പോലെ തന്നെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ പിന്തുണയും കരുതലും സമൂഹത്തിലെ ഒരുപാട് അച്ഛനമ്മമാർക്കുള്ള മുൻധാരണകളെ തിരുത്താൻ കഴിയട്ടെ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കറിയാവുന്ന ചില പത്രപ്രവർത്തകരോട് ഞാൻ ഈ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്തോട്ടെ? വിത്ത് യുവർ പെർമിഷൻ. എന്തു പറയുന്നു? ഏയ് നോ ഡോക്ടർ, അതൊന്നും വേണ്ട. ഓക്കെ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ലീവ് ഇറ്റ്. അപ്പോൾ നമുക്ക് മേറ്ററിലേക്ക് വരാം. ഒരു സ്ത്രീ ശരീരത്തിൽ നിന്ന് പുരുഷ ശരീരത്തിലേക്കുള്ള ട്രാൻസിഷന്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് ഹോർമോൺ ട്രീറ്റ്മെന്റ്. ഇവിടെ അപ്പുവിന്റെ കേസിൽ യൂട്രസ് ആൾറെഡി റിമൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ചില ഗുണങ്ങളുമുണ്ട്, പോരായ്മകളുമുണ്ട്. ഹോർമോൺ ചേഞ്ചസ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഗർഭാശയങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലാണ്. ഈ കേസിൽ നേരത്തെ അത് നീക്കം ചെയ്തതുകൊണ്ട് ചില റിസ്ക് ഫാക്ടറുകളുണ്ട്. അല്ല, അതുകൊണ്ട് എന്തെങ്കിലും? പേഷ്യന്റിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രീറ്റ്മെന്റിന് മുമ്പ് നമുക്കത് 100% ഉറപ്പുവരുത്തുകയും വേണം. ഞാൻ ചില ടെസ്റ്റുകൾക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ആദ്യം അത് കഴിയട്ടെ. ട്രീറ്റ്മെന്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അതിന്റെ റിസൾട്ടുകൾ നോക്കിയിട്ട് പറയാം. എന്താ? ശരി ഡോക്ടർ. എങ്കിൽ അപ്പുവിനെ ലാബിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ചില ടെസ്റ്റുകളുടെ റിസൾട്ട് വരാൻ ചിലപ്പോൾ 1-2 ദിവസം എടുത്തേക്കും. എല്ലാം കിട്ടിയിട്ട് എന്നെ വന്ന് കണ്ടാൽ മതി. എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് തുടങ്ങണമെന്ന് തീരുമാനിക്കാം. ഓക്കെ? ശരി ഡോക്ടർ, താങ്ക് യു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇവിടെ മുതൽ അപ്പുവിൻ്റെ ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണ്. അച്ഛനും അമ്മയും ഈ യാത്രയിൽ തന്നോടൊപ്പം ഉണ്ടാവും. താങ്ക് യു ഡോക്ടർ.